ചെറുതും വലുതുമായ ഏകദേശം 400-ലധികം വെടിക്കെട്ട് അപകടങ്ങളിലായി 1000-ലധികം ജീവനുകളാണ് കേരളത്തിൽ പൊലിഞ്ഞത്. 2016 ഏപ്രിൽ 10 നടന്ന പുറ്റിങ്ങൽ ദുരന്തമാണ് കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ടപകടം. 114 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അവ പാലിക്കപ്പെടുന്നതിലെ വീഴ്ചകളാണ് എപ്പോഴും അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ആയിരത്തി 1952 സംസ്ഥാനത്തെ ആദ്യത്തെ വെടിക്കെട്ടപകടമുണ്ടാകുന്നത്. തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ തന്നെയുള്ള ആദ്യ വെടിക്കെട്ടപകടമെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. 8 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞു വീണത്. 1978 തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വീണ്ടും അപകടമുണ്ടായി. കുഴിയമിട്ട് ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിനുള്ളിൽ വീണാണ് അപകടം. അന്നും 8 പേർക്ക് ജീവഹാനി സംഭവിച്ചു. 1984 തൃശൂർ കണ്ടശൻ കടവ് പള്ളിപ്പെരുന്നാളിനുണ്ടായ അപകടമാണ് ഏറ്റവും വലിയ ആൾനാശം സംഭവിച്ച അപകടം. 20 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. 1987 തൃശൂർ വേലൂരിലെ വെള്ളാറ്റഞ്ഞൂർ കുറ്റുമൂരി ക്ഷേത്രത്തിലെ അപകടത്തിലും 20 ജീവനുകൾ നഷ്ടമായി. തൃപ്പുണിത്തറയിൽ വെടിക്കെട്ട് മരുന്ന് പുരയ്ക്ക് തീപിടിച്ചത് 1988 10 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അതേ വർഷം തന്നെ തൃപ്പുണിത്തറയിൽ വെടിമരുന്ന് പുരയ്ക്കും തീപിടിച്ചു. അന്നും 10 മരണം സംഭവിച്ചു. 1989 തൃശൂർ കണ്ടശൻകടവ് പള്ളിപ്പെരുന്നാളിന് വീണ്ടും അപകടമുണ്ടായി. 12 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 2006 തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 1990 മറ്റൊരു അപകടമുണ്ടാകുന്നത്. കൊല്ലം ജില്ലയിലെ മലനടയിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ട് അപകടത്തിൽ 27 പേരാണ് മരിച്ചത്. അന്നുവരെ ഉണ്ടായതിൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തവും ഇതുതന്നെയായിരുന്നു. 2016 കൊല്ലം പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ചതാണ് കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ ആളനാശം സംഭവിച്ച വെടിക്കെട്ട് അപകടം. 114 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നും അപകടത്തിന്റെ രക്തസാക്ഷികൾ നിരവധിയാണ് കൊല്ലം പുറ്റിങ്ങലിലുള്ളത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടം നടന്ന കൃത്യം 10 വർഷം തികയുമ്പോഴാണ് വീണ്ടും മറ്റൊരു അപകടത്തിന് കേരളം സാക്ഷിയാകുന്നത്. ഓരോ അപകടങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ സങ്കടക്കടലിൽ നിന്നുള്ള ചോദ്യമാണ്, അവസാനിപ്പിക്കാൻ പാടില്ലേ ഇനിയെങ്കിലും ഈ തീക്കളിയെന്ന്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.